അമേരിക്കയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി ചൈന. ലോകത്തെ ഒരു ശക്തിക്കും ചൈനയെ തടയാനാവില്ലെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് വ്യക്തമാക്കി. ഒരു ഭീഷണിക്കും രാജ്യം വഴങ്ങില്ലെന്നും ഷീ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായുള്ള കൂറ്റൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഷീ ജിൻപിങ്.中国人民抗日战争及世界反法西斯战争。രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ട്രംപിന്റെ വിമർശനങ്ങൾക്കും നീക്കങ്ങൾക്കുമുള്ള മറുപടി അല്ലേ? തീർച്ചയായും ലോകം ഉറ്റുനോക്കിയ ഒരു കൂറ്റൻ സൈനിക പരേഡാണ് ഇന്ന് ചൈനയിൽ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചൈനയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ചൈന നടത്തുന്ന ഏറ്റവും വലിയ ഒരു പരേഡായി അത് മാറുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിച്ചതിൻ്റെ 80ാം വാർഷികമാണ് ഇത് എങ്കിൽ പോലും അതിനപ്പുറത്തുള്ള പ്രാധാന്യം ഈ പരേഡിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആര്യ. കാരണം പുതിയ ലോകക്രമമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അവിടെ അമേരിക്കയുടെ ഭീഷണി താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ നൽകുന്ന ഒരു പശ്ചാത്തലം. അവിടെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് പരോക്ഷ മുന്നറിയിപ്പുമായി ഷീ ജിൻപിങ്ങിന്റെ പ്രസംഗമടക്കം വന്നിരിക്കുന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ തടയാനാവില്ല എന്നും ഒരു ഭീഷണിക്കും രാജ്യം വഴങ്ങില്ല എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചൈനയുടെ പരേഡ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് സൈനികരാണ് ഈ പരേഡിൽ അണിനിരുന്നത്. അതുമാത്രമല്ല 100 കണക്കിന് ആയുധങ്ങൾ ചൈന അടുത്ത കാലത്തായി സമ്പാദിച്ച അത്യന്താധുനിക ആയുധങ്ങളടക്കം ഈ പ്രദർശനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഒപ്പം ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലോകം ഉറ്റുനോക്കിയത് 3 ലോക നേതാക്കളുടെ ശക്തരായ ലോക നേതാക്കളുടെ ഒരു സമ്മേളനം കൂടിയായിരുന്നു. ആദ്യമായാണ് ഈ ലോക നേതാക്കൾ ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്നത് എന്നത് പ്രധാനമാണ്. അത് മറ്റാരുമല്ല, ഷീ ജിൻപിങ്ങും കിം ജോങ് ഉന്നും വ്ളാഡിമിർ പുടിനും. കിം ജോങ് ഉന്ന് ഈ വിമാനയാത്രയൊക്കെ പേടിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയമുള്ള ആളാണ്. അതിനെ തുടർന്ന് പ്രത്യേക തയ്യാറാക്കിയ തീവണ്ടിയിലാണ് അതിർത്തി കടന്ന് ചൈനയിലെത്തിയത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഈ 3 പേരും ഒരുമിച്ചുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു. മറ്റ് 28 രാഷ്ട്ര തലവന്മാരും ഇതിൽ പങ്കെടുത്തു എങ്കിലും ഈ 3 പേരുടെയും സാന്നിധ്യമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഷീ ജിൻപിങ് തയ്യാറായില്ല. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചൈനയെ ആർക്കും തടയാനാവില്ല എന്ന കൃത്യമായ സന്ദേശം അമേരിക്കയ്ക്ക് നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൈന നേരത്തെ പറഞ്ഞപ്പോൾ 90 മിനിറ്റ് നീണ്ടുനിന്ന ഒരു വലിയ പരേഡായിരുന്നു അത്. അടുത്ത കാലത്ത് ചൈന സമ്പാദിച്ച പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം പ്രദർശിപ്പിച്ചു. ഒപ്പം നാവിക വ്യോമസേനകളുടെ അഭ്യാസ പ്രകടനമടക്കം ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ചൈന തങ്ങൾ പുതിയ ലോകക്രമത്തിൽ അജയ്യ ശക്തിയായി തങ്ങൾ തുടരുമെന്നും ആരുടെയും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു ആര്യ. രഞ്ജിത്ത്, അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്ക് മുകളിൽ എത്താനുള്ള അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറാനുള്ള നീക്കത്തിലാണ് എന്നുള്ളൊരു സൂചന കൂടി ഷീയുടെ വാക്കിൽ നിന്ന് വായിച്ചെടുക്കണം അല്ലേ? ഒരു അമേരിക്കൻ ഒരു ചൈനീസ് പ്രസിഡന്റ് തങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ എന്ത് പറയും എന്നുള്ള രീതിയിലുള്ള ചില ആശങ്കകളിലൊക്കെ രാജ്യം അല്ലെങ്കിൽ ലോകമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അടുത്ത സമയത്തായി റഷ്യയും ഇന്ത്യയുമായൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമോ എന്നോ അല്ലെങ്കിൽ ഇത്തരം പുതിയ അച്ചുതണ്ടുകൾ രൂപപ്പെടുന്നുവെന്നോ തങ്ങൾ പുതിയ ശാക്തിക ചേരികളുമായി കൂട്ടുകൂടുമോ എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വളരെ വ്യക്തമായി തന്നെ ഷീ പറഞ്ഞു വെച്ചത് തങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നുള്ളതും
ആരുടെയും ആക്രമണത്തെ ചെറുക്കാനുള്ള എല്ലാ കരുത്തും, ആയുധ കരുത്തും സൈനിക കരുത്തും തങ്ങൾക്കുണ്ട് എന്നും ഷീ ജിൻപിങ് പരോക്ഷമായി വ്യക്തമാക്കുന്ന ഒരു സമ്മേളനം കൂടിയായി ഇത് മാറുകയായിരുന്നു. അവിടെയാണ് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുപിറക്കില്ല എന്നും അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും ഷീ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അതായത് തങ്ങളുടെ പുതിയ ലോകക്രമത്തിൽ തങ്ങളുടെ ശക്തിയെ ആർക്കും അവഗണിക്കാനാവില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുകയായിരുന്നു. അവിടെയാണ് അമേരിക്കയുടെ നിതാന്ത ശത്രുക്കളായ രണ്ടുപേരെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, ഒപ്പമിരുത്തിക്കൊണ്ടാണ് ഷീ ജിൻപിങ്ങിന്റെ ഈ പ്രസ്താവന എന്ന് മനസ്സിലാക്കണം. അതിലൊന്ന് ഉത്തര കൊറിയയുടെ പ്രസിഡന്റാണ്, കിം ജോങ് ഉൻ ആണ്. മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. ഇവർ രണ്ടുപേരുമായി നമുക്കറിയാം ട്രംപിനുള്ള വലിയ ശത്രുതയും അകൽച്ചയും നമുക്കറിയാം. തുടർച്ചയായി ഇവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ട്രംപ്. അപ്പോൾ അങ്ങനെ ട്രംപിനുള്ള മുന്നറിയിപ്പ് കൂടിയായി ഈ നേതാക്കളുമായുള്ള കൂടിച്ചേരൽ എന്നതും പ്രധാനമാണ്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.